ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ പ്രധാനമായും 4 സൈനിങ്ങുകളാണ് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. പ്രധാനമായും പ്രതിരോധ നിര ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഡീൻ ഹുയ്സൺ, അതുപോലെ തന്നെ ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ്, അൽവാരോ കരേരസ് എന്നിവരെ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോയെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തു. അങ്ങനെ 4 താരങ്ങളെയാണ് പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ളത്. ലൂക്ക മോഡ്രിച്ച്, അതുപോലെ തന്നെ വാസ്കസ് എന്നിവർ ക്ലബിനോട് ഗുഡ് ബൈ പറയുകയും ചെയ്തു എന്നുള്ളതാണ്. കൂടുതൽ താരങ്ങളെ റയൽ എത്തിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അരാഞ്ച റോഡ്രിഗസ് ഇപ്പോൾ അതല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി റയൽ മാഡ്രിഡ് കൂടുതൽ സൈനിങ്ങുകൾ നടത്തിയേക്കില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റയലിന്റെ സ്ക്വാഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി എന്നാണ് ക്ലബ്ബ് പരിഗണിക്കുന്നത്. ഇനി കൂടുതൽ സൈനിങ്ങുകൾ നടത്തേണ്ട ആവശ്യമില്ല എന്ന് റയലിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിലവിലെ സ്ക്വാഡ് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാബി അലോൺസോയോട് ഇപ്പോൾ ക്ലബ്ബ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. മധ്യനിരയിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പറ്റിയ പ്രൊഫൈലൊന്നും ക്ലബിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ മധ്യനിര താരങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് സാബിയോട് ക്ലബ്ബ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇനി പ്രധാനപ്പെട്ട സൈനിങ്ങുകൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ട്രാൻസ്ഫർ ജാലകത്തിന്റെ അവസാന ദിവസങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ കാര്യമായി സൈനിങ്ങുകൾ ഇനി നടത്തേണ്ടതില്ല എന്ന തീരുമാനം റയൽ മാഡ്രിഡ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇനി സാബി അലോൺസോക്ക് കീഴിൽ ക്ലബ്ബ് നടത്തുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.